രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്ത് യോഗ്യത. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ഹാലലി അടിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി അയക്കണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ പാദപിടിച്ചിലോട്ട് ഏൽപ്പിച്ചു തരിക. ഇന്ന് പകൽക്കാലം അടിയങ്ങളെ നിയന്ത്രിച്ച് നടത്തണമേ. പരമായിരിക്കുന്ന ആപത്തിനകത്ത് വിടുവിച്ചു കൊള്ളുമാറാകണമേ. ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം പോറ്റി പുലർത്തണമേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പർശ്യാതി മരണത്തിനെ ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, കൊച്ചു തലമുറകളെ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ്, ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണേ. അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണേ. അപ്പ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തി കൊടുക്കണേ, ഉത്തരവാദിത്വം കൊടുക്കണമേ, ഉത്സാഹം കൊടുക്കണമേ. നന്നായി പഠിക്കുവാൻ സഹായിക്കണേ. പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയാൻ ഇടയാക്കണമേ. തക്ക സമയത്ത് കർത്താവിൻ്റെ ആലോചന അവർക്ക് കൊടുക്കണമേ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. അപ്പ ഞങ്ങൾക്ക് വലിയ സ്നേഹം കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. OIT, IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, കമ്മിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. സകല വഴിവാതിൽ അവർക്ക് തുറന്നു കൊടുക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും അവർ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശത്ത് കടന്നു പോകുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ കരം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് മാനിക്കണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അപ്പം അനുഗ്രഹത്തിൻ്റെ ഉറവ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുറക്കണമേ. എൻ്റെ അപ്പൻ അടച്ച ഒരു വാതിലും ആർക്കും തുറക്കുവാൻ കഴിയില്ല. എന്നാൽ ശത്രു അടച്ചതൊക്കെയും എൻ്റെ അപ്പൻ തുറന്നു തരുന്ന ദൈവമാകിയാൽ ഓരോ മക്കളുടെയും ആവശ്യം അറിഞ്ഞ് ഉപജീവനമാർഗം തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും സൗഖ്യത്തോടെ കാത്തോടെ കർത്താവേ, ആരോഗ്യത്തിലും കൃപയിലും നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണി ഒരുക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി അയക്കണമേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കട്ടെ. കർത്താവെ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. പ്രത്യേകിച്ചടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പൻ്റെ സൗഖ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവിടുന്ന് ആ പൊന്നുകരമെന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കുമല്ലോ. ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും ചെയ്തു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നിനും വൈദ്യനും കഴിയാത്തതിൻ്റെ അപ്പന് കഴിയും. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, അങ്ങൊരു വാക്ക് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയ മക്കളെയും ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം അവിടെ നൽകുന്നതോർത്ത് നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ.
അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും അവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കണം. ഓരോ കുടുംബത്തെയും കാത്തുകൊള്ളുമാറാകണം. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ, ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാദി വർഷാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ് പരിപാലിക്കണമേ. ഞങ്ങളുടെ ഉപജീവനമാർഗം അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ കാത്തോണേ. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ പൊന്നുകരമെന്ന് ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.